പ്രിയമുള്ളവരെ, വചനജ്വാല 1706 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് 3 ഞായറാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ പൊൻസുദിനത്തിലെ വചനവായനയിൽ ബാറൂക്കിന്റെ പുസ്തകം 6-ാം അധ്യായം 53 മുതൽ 73 വരെ ഉള്ള തിരുവചനങ്ങളാണ് ശ്രവിക്കുക. ഇന്നത്തോടെ ബാറൂക്ക് പുസ്തകം അവസാനിക്കുകയാണ്. നാളെ മുതൽ എസക്കിയേൽ ആരംഭിക്കുന്നു. ഇന്ന് മാതാവിൻ്റെ വണക്കമാസം 3-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇന്നത്തെ വചനവായന നമുക്ക് ആരംഭിക്കാം. ബാറൂക്കിന്റെ പുസ്തകം 6-ാം അധ്യായം 53 മുതൽ 73 വരെയുള്ള തിരുവാക്യങ്ങൾ. ദേശത്ത് രാജാവിനെ നിയമിക്കാനോ മനുഷ്യർക്ക് മഴ നൽകാനോ അവയ്ക്ക് സാധിക്കുകയില്ല. അവയ്ക്ക് സ്വന്തം കാര്യം സ്ഥാപിക്കാനോ നിരപരാധനെ മോചിപ്പിക്കാനോ സാധിക്കുകയില്ല. എന്തെന്നാൽ അവ അശക്തമാണ്. അവ ആകാശത്തിനും ഭൂമിക്കും മധ്യേയുള്ള കാക്കകളെപ്പോലെയാണ്. മരം കൊണ്ട് നിർമ്മിതവും സ്വർണവും വെള്ളിയും കൊണ്ട് പൊതിഞ്ഞതുമായ ദേവന്മാരുടെ ക്ഷേത്രത്തിന് തീപിടിക്കുമ്പോൾ അവയുടെ പുരോഹിതന്മാർ ഓടി രക്ഷപ്പെടും. അപ്പോൾ ദേവന്മാർ തുലാം കത്തുന്നത് പോലെ കത്തിപ്പരടും. മാത്രമല്ല, അവയ്ക്ക് രാജാവിനെയോ ശത്രുക്കളെയോ എതിർത്ത് നിൽക്കാൻ സാധിക്കുകയില്ല. പിന്നെ എന്തുകൊണ്ടാണ് അവയെ ദേവന്മാരായി കരുതുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത്? തടി കൊണ്ട് നിർമ്മിച്ചതും സ്വർണവും വെള്ളിയും കൊണ്ട് പൊതിഞ്ഞതുമായ ദേവന്മാർക്ക് കള്ളന്മാരിൽ നിന്നോ കവർച്ചക്കാരിൽ നിന്നോ തങ്ങളെ തന്നെ രക്ഷിക്കുവാൻ സാധിക്കുകയില്ല. ശക്തന്മാർ അവയുടെ സ്വർണവും വെള്ളിയും അവ ധരിച്ചിരുന്ന വസ്ത്രങ്ങളും കൊള്ള വസ്തുക്കളായി എടുത്തുകൊണ്ടു പോകുമ്പോൾ അവയ്ക്ക് തങ്ങളെ തന്നെ രക്ഷിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഈ വ്യാജദേവന്മാരായിരിക്കുന്നതിൽ ഭേദം ധൈര്യം കാണിക്കുന്ന ഒരു രാജാവോ യജമാനന്റെ ആവശ്യങ്ങൾ സാധിക്കുന്ന വീട്ടുപകരണമോ ആയിരിക്കുകയാണ്. വീട്ടിലുള്ളത് സംരക്ഷിക്കുന്ന ഒരു വാതിലോ കൊട്ടാരത്തിലെ മരത്തൂണോ ആയിരിക്കുന്നതാണ് ഈ വ്യാജ ദേവന്മാരായിരിക്കുന്നതിനേക്കാൾ ഭേദം. പ്രകാശിക്കുകയും ശുശ്രൂഷയ്ക്കായി അയക്കപ്പെടുകയും ചെയ്യുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അനുസരണം ഉള്ളവയാണ്. അതുപോലെ തന്നെയാണ് മിന്നൽ പിണരും. അത് മിന്നുമ്പോൾ എല്ലായിടത്തും കാണപ്പെടുന്നു. അങ്ങനെ തന്നെ കാറ്റും എല്ലാ ദേശങ്ങളിലും വീശുന്നു. ദൈവം മേഘങ്ങളോട് ലോകം മുഴുവൻ പോകാൻ കൽപ്പിക്കുമ്പോൾ അവ അവിടുത്തെ ആജ്ഞകൾ അനുസരിക്കുന്നു. പർവ്വതങ്ങളും വൃക്ഷങ്ങളും ദഹിപ്പിക്കുന്നതിനായി ആകാശത്തിൽ നിന്ന് അഗ്നി അയക്കുമ്പോൾ അത് ആജ്ഞ അനുസരിക്കുന്നു. എന്നാൽ ഈ വിഗ്രഹങ്ങളെ രൂപത്തിലോ ശക്തിയോ അവയോട് തുലനം ചെയ്യാനാവുകയില്ല. അതിനാൽ ആരും അവയെ ദേവന്മാരാണെന്ന് കരുതുകയോ അപ്രകാരം വിളിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ അവയ്ക്ക് വിധി പ്രസ്താവിക്കാനോ മനുഷ്യർക്ക് നന്മ ചെയ്യാനോ കഴിയുകയില്ല. അതുകൊണ്ട് അവ ദേവന്മാരല്ലെന്ന് അറിയുവിൻ. അവയെ ഭയപ്പെടേണ്ട. അവയ്ക്ക് രാജാക്കന്മാരെ ശപിക്കാനോ അനുഗ്രഹിക്കാനോ ശക്തിയില്ല. ആകാശത്തിലും ജനതകളുടെ ഇടയിലും അടയാളങ്ങൾ കാണിക്കാനോ
സൂര്യനെ പോലെ ശോഭിക്കാനോ ചന്ദ്രനെ പോലെ പ്രകാശം നൽകാനോ അവയ്ക്ക് കഴിവില്ല. അവയേക്കാൾ എത്ര ഭേദമാണ് വന്യമൃഗങ്ങൾ. എന്തെന്നാൽ അവയ്ക്ക് ഓടി ഒളിക്കാനും രക്ഷപ്പെടാനും അറിയാം. അതുകൊണ്ട് അവ ദേവന്മാരാണെന്നതിന് ഒരു തെളിവുമില്ല. അവയെ ഭയപ്പെടേണ്ട. വെള്ളരിത്തോട്ടത്തിൽ സ്ഥാപിക്കുന്ന നോക്കുകുത്തി ഒന്നും സംരക്ഷിക്കാത്തതുപോലെ തന്നെയാണ് മരം കൊണ്ട് നിർമ്മിച്ചതും സ്വർണവും വെള്ളിയും പൊതിഞ്ഞതുമായ അവരുടെ ദേവന്മാർ. അതുപോലെ തന്നെ തടി കൊണ്ട് നിർമ്മിച്ചതും സ്വർണവും വെള്ളിയും കൊണ്ട് പൊതിഞ്ഞതുമായ അവരുടെ ദേവന്മാർ ഏത് പക്ഷിയും വന്നിരിക്കുന്ന ഉദ്യാനത്തിലെ മുൾച്ചെടി പോലെയും അന്ധകാരത്തിൽ എറിയപ്പെട്ട മൃത ശരീരം പോലെയുമാണ്. അവ ധരിച്ചിരിക്കുന്ന ദ്രവിച്ച ധൂമവസ്ത്രവും ചണവസ്ത്രവും. അതുകൊണ്ട് തന്നെ അവർ ദേവന്മാരല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അവസാനം അവയെല്ലാം നിശേഷം നശിക്കുകയും ദേശത്തിന് അപമാനമായി തീരുകയും ചെയ്യും. അതിനാൽ വിഗ്രഹങ്ങളില്ലാത്ത നീതിമാനാണ് ഉത്തമൻ. അവൻ ആക്ഷേപങ്ങൾക്ക് അതീതനായിരിക്കും. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് സ്ലീഹന്മാരായ വിശുദ്ധ ഫിലിപ്പിനെയും ചെറിയ യാക്കോബിനെയും അനുസ്മരിക്കുന്ന പൊൻ സുദിനം കൂടെയാണ്. വിവാഹിതനും ധാരാളം പെൺമക്കളും ഉണ്ടായിരുന്ന ഫിലിപ്പിനെ ഈശോ വിളിക്കുമ്പോൾ ഉടനെ ഇറങ്ങി പുറപ്പെട്ടവനാണ്. യേശു അപ്പം വർദ്ധിപ്പിക്കുന്നതിന് മുമ്പ് ശിഷ്യരെ പരീക്ഷിക്കുവാൻ ഇവർക്ക് ഭക്ഷിക്കാൻ എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചപ്പോൾ ഇവർക്ക് 200 ദിനാറായുടെ അപ്പം മതിയാകില്ല എന്ന് പറഞ്ഞവനാണ് ഫിലിപ്പ്. യേശുവിനെ പ്രതി രക്തസാക്ഷിത്വ മകുടം ചൂടിയവനും കൂടെയാണ് ഫിലിപ്പ്. സെബദീ പുത്രനായ യാക്കോബിൽ നിന്ന് തിരിച്ചറിയാനാണ് ചെറിയ യാക്കോബ് എന്ന് ഈ യാക്കോബിനെ വിളിക്കുന്നത്. മാതാവിൻ്റെ സഹോദരി മേരിയുടെ പുത്രനാണ് ഈ യാക്കോബ്. യാക്കോബ് വിശ്വാസം നിഷേധിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ കോട്ടയിൽ കയറി സാക്ഷ്യം പറയുകയും അവിടെ നിന്ന് തള്ളി താഴെയിട്ട് അടിച്ചു കൊല്ലുകയുമാണ് ഉണ്ടായത്. ചെറിയ യാക്കോബിൻ്റെയും വിശുദ്ധ ഫിലിപ്പിൻ്റെയും ധീര രക്തസാക്ഷികളായ ഇരുവരുടെയും മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.